കഴിഞ്ഞ ദിവസം നിലവിൽ വന്ന ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ കരാർ വെറും പ്രഹസനം തന്നെയാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ലെബനന്റെ ഗാസയുടെ സർവനാശം കണ്ടിട്ടേ തങ്ങൾ പിന്മാറൂ എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ശപഥം നിറവേറ്റാൻ അവർ കഴിയുന്നതും പ്രയത്നിക്കുകയാണ്. ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് വെടിനിർത്തൽ കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ 2 മാസത്തിനു ശേഷം വീണ്ടും നെതന്യാഹുവിന്റെ സൈന്യം രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടാനാണ് സാധ്യതയേറുന്നത്. ഇതിനിടെ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ ലെബനനിൽ വ്യോമാക്രമണം നടത്തിയതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ലെബനനെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കാൻ തന്നെയാണ് നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ നീക്കം. ഇത് വാസ്തവമാണെന്ന് തെളിയിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ ഒരു പുതിയ സൈനിക വിഭജന രേഖ സൃഷ്ടിക്കുന്നു എന്ന് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗാസ സ്ട്രിപ്പിന്റെ വടക്ക് ഭാഗത്ത് വേർതിരിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഇസ്രായേലിന്റെ ക്രൂരത വീണ്ടും വെളിവായിരിക്കുകയാണ്. വടക്കൻ ഗാസയുടെ കുറുകെയുള്ള പ്രദേശം സൈന്യം നിയന്ത്രിക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളും വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മെഡിറ്ററേനിയൻ കടലിനും ഇസ്രായേൽ അതിർത്തിക്കുമിടയിൽ 100 കണക്കിന് കെട്ടിടങ്ങൾ തകർത്തതായി സാറ്റലൈറ്റ് ചിത്രങ്ങളും വീഡിയോകളും കാണിക്കുന്നുണ്ട്. കൂടുതലും നിയന്ത്രിത സ്ഫോടനങ്ങളിലൂടെയാണ് കെട്ടിടങ്ങൾ തകർത്തിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ. പുതിയ വിഭജനത്തിലുടനീളം ഇസ്രായേൽ സൈനികരും വാഹനങ്ങളും നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും ചിത്രങ്ങളിൽ കാണുന്നുണ്ട്. നിയന്ത്രണങ്ങൾ എളുപ്പമാക്കുന്നതിനായി ഗാസയെ സോണുകളായി വിഭജിക്കുന്നതായി ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതായി വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതേസമയം വടക്കൻ ഗാസയിലെ തീവ്രവാദികളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തുന്നതെന്ന് IDF വക്താവ് പറയുകയുണ്ടായി. എന്നാൽ പുറത്തു വന്നിരിക്കുന്ന ഉപഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ ഈ നടപടിയെ വളരെ ഗൗരവകരമായിട്ടാണ് കാണേണ്ടത്. ഇസ്രായേലിന്റെ ഈ നടപടി ഗാസയെ പല മേഖലകളായി വിഭജിച്ച് നിയന്ത്രണം ശക്തമാക്കുന്നതിനുള്ള സൈനിക ശ്രമങ്ങളുടെ ഭാഗമാണെന്നാണ് വിദഗ്ധർ വിശകലനം ചെയ്യുന്നത്. വടക്കൻ ഗാസ ഗവർണറേറ്റിലേക്ക് മടങ്ങുന്ന പാലസ്തീൻ പൗരന്മാരെ തടയാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. UN കണക്കുകൾ പ്രകാരം ഗാസയുടെ വടക്ക് ഭാഗത്ത് ഇതിനകം 1 ലക്ഷത്തിലധികം ആളുകളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ഗാസ സ്ട്രിപ്പിന്റെ ഇരുവശത്തുമുള്ള റോഡുകൾ ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ കയ്യേറിയ ഭൂമിയുടെ ബന്ധിപ്പിച്ചിരിക്കുന്നതായി ചിത്രങ്ങളിൽ കാണുന്നുണ്ട്. റോഡിന്റെ 2 ഭാഗങ്ങൾക്കിടയിലുള്ള കെട്ടിടങ്ങൾ പൊളിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ ഉപഗ്രഹങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒക്ടോബർ ആദ്യം മുതൽ ഇസ്രായേൽ ഇത്തരത്തിലുള്ള നടപടികൾ തുടങ്ങിയതായി പുറത്തു വന്ന ചിത്രങ്ങളെ ഉദ്ധരിച്ച് സാറ്റലൈറ്റ് വിദഗ്ധർ പറയുന്നുണ്ട്. ഈ വിഭജനം ഗാസയിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് 5.6 മൈൽ, അതായത് ഏകദേശം 9 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. ഗാസ നഗരത്തെയും വടക്കൻ ഗാസയിലെ ജബീലിയ, ബെയ്റ്റ് ഹനൂൻ, ബെയ്റ്റ് ലാഹിയ പട്ടണങ്ങളെ വിഭജിക്കുകയാണ്. ജബലിയയിൽ ഹമാസിനെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജബലിയയ്ക്കും ഗാസ സിറ്റിക്കും ഇടയിൽ തന്ത്രപരമായ പാത ഇസ്രായേൽ സൈന്യം നേരത്തെ നിർമ്മിച്ചതായുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. അതേസമയം ഇസ്രായേലിന്റെ പുതിയ സൈനിക പ്രവർത്തനങ്ങൾ ഭൂപ്രദേശ ഘടനയെ ഗൗരവമായി ബാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇസ്രായേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾ ജബലിയ, ബെയ്റ്റ് ഹനൂൻ, ബെയ്റ്റ് ലാഹിയ എന്നീ പ്രദേശങ്ങളിലുള്ള ജനവാസ മേഖലകളുടെ നിലനിൽപ്പിനെ കൂടുതൽ ഭീഷണിയിലാക്കുന്നുവെന്നും ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, റോഡുകളുടെ വിപുലീകരണത്തിനും പുതിയ പാത സൃഷ്ടിക്കുന്നതിനുമായുള്ള കെട്ടിടങ്ങൾ കൂട്ടത്തോടെ തകർന്നത് പരിസ്ഥിതിയെ മലിനമാക്കുന്നതിനും ഇടയായി. വൃത്തിയാക്കിയ സ്ഥലത്തിലൂടെ ഇസ്രായേൽ പ്രതിരോധ സേന ഹംവി വാഹനങ്ങൾ ഓടിക്കുന്നത് ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നടപടികൾ സൈനിക ഇടപെടലുകൾ ആഴത്തിലാക്കുന്നതിന്റെയും പ്രദേശത്തെ സിവിലിയൻ നീക്കങ്ങളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമാണെന്ന് കരുതപ്പെടുന്നു. ഗാസയ്ക്കും വടക്കൻ ഗാസ ഗവർണറേറ്റുകൾക്കും ഇടയിൽ ആർക്കൊക്കെ യാത്ര ചെയ്യാം എന്നെല്ലാം ഇനി തീരുമാനിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ സേനയായിരിക്കാം എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം തന്നെ ഈ വിഭജന രേഖകൾ ഗാസയെ ദീർഘകാല തന്ത്രപരമായ സൈനിക നിയന്ത്രണത്തിലാക്കാനാണ് നയിക്കുന്നത്. UN അന്താരാഷ്ട്ര മനുഷ്യാവകാശ സമിതികൾ, ലോക രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും പലായനക്കാരുടെ അവസ്ഥ പരിഹരിക്കുന്നതിനും സൈനിക ഇടപെടലുകൾ പരിമിതപ്പെടുത്തുന്നതിനും ശ്രമം നടത്തുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സ്ഥിരമായ നിയന്ത്രണങ്ങൾ ഗാസയിലെ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേലിന്റെ മുൻ ജനറൽ ജിയോറ ആവിഷ്കരിച്ച തന്ത്രത്തിന് കീഴിൽ സിവിലിയന്മാരോട് വടക്ക് വിടാൻ പറയുകയും സാധനങ്ങൾ തടയുകയും പ്രദേശം ഒരു സൈനിക മേഖലയായി മാറുകയും ചെയ്യും. ശേഷിക്കുന്നവരെ പോരാളികളെ കണക്കാക്കി ഹമാസ് തടവിലിട്ടിരിക്കുന്ന ബന്ദികളുടെ മോചനത്തിനായി ഇവരെ വെച്ച് ഇസ്രായേൽ വിലപേശലുകൾ നടത്താനും സാധ്യതകളുണ്ട്. എന്നാൽ വടക്കൻ ഗാസയിലെ ഉപരോധിച്ച പട്ടണങ്ങളിൽ കഴിയുന്ന ആയിരക്കണക്കിന് ഫലസ്തീൻ സിവിലിയന്മാരുടെ സംരക്ഷണത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്.
UN-ഉം എയ്ഡഡ് ചാരിറ്റികളും ഗാസയുടെ വടക്കുള്ള സ്ഥിതിഗതികളെക്കുറിച്ച് കാര്യമായ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുമ്പോൾ 65,000-ത്തിലധികം ആളുകൾ പ്രദേശത്ത് തുടരുന്നുണ്ടെന്ന് UN പറയുന്നു. ഗാസയിലെ വടക്കൻ മേഖലകളിൽ ഇസ്രായേൽ നടപ്പാക്കുന്ന പുതിയ രീതി ഭീകരവാദ നിരോധനത്തിന്റെ പേരിൽ മാനവിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു എന്നാണ് സമീപകാല റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്.